നാനോ ട്വിസ്റ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പുറത്ത് കണ്ട മാതിരിയല്ല, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലൊരു സുപ്രധാനമായ മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്. എല്ലാ നാനോ വിരോധികളും പ്രധാനമായ ഒരു കുഴപ്പമായിട്ട് പറയാറ് ഇതിൻ്റെ ഒരു പവർ സ്റ്റിയറിംഗ് ഇല്ല എന്നതായിരുന്നു. കാരണം ഇതൊരു കുറഞ്ഞ സ്പീഡിൽ ഒരു 10-20 സ്പീഡിലൊക്കെ പോയാലും ഭയങ്കര ഹാർഡായി മാറും ഈ ഒരു സ്റ്റിയറിങ്. അതുകൊണ്ട് അതൊരു ഓടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പറയാറ്. എന്നാൽ ഈ ഒരു നാനോ ട്വിസ്റ്റിൽ ആ ഒരു കുഴപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു പവർ സ്റ്റിയറിംഗ് ആണ്. എത്ര ഒരു സ്പീഡ് കുറഞ്ഞാലും നമുക്ക് വളരെ ലൈറ്റായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും ഈ ഒരു പവർ സ്റ്റിയറിംഗ്. അപ്പോൾ ഈ നാനോ ട്വിസ്റ്റിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു പവർ സ്റ്റിയറിംഗ് തന്നെ. പിന്നീട് ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട് ഈ ഒരു നാനോ ട്വിസ്റ്റിൽ. ഇനി മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ പൊസിഷൻ സെൻട്രൽ തന്നെയാണെന്ന് മാത്രം. എന്നാൽ ആ മീറ്റർ കൺസോളിൻ്റെ അകത്ത് മീറ്ററുകളുടെ പൊസിഷനിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു സ്പീഡോമീറ്ററിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഫ്യൂവൽ ഗേജും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടെമ്പറേച്ചർ ഗേജും നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു MID ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അതിൽ നാനോ ട്വിസ്റ്റിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഈ ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ. ഓഡോമീറ്റർ, ഡിസ്റ്റൻസ് ടു MT, ആവറേജ് മൈലേജ് എന്നൊക്കെ അറിയാവുന്ന ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു നാനോ ട്വിസ്റ്റിന് ടാറ്റ നൽകിയിരിക്കുന്നത്. അത് വളരെ നല്ലൊരു മാറ്റമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിന് ആ ഒരു മീറ്റർ കൺസോളിൽ താഴെയായിട്ടാണ് ഇതിൻ്റെ ഒരു AC വെൻറ്റ് നൽകിയിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം നാനോ മുതൽ കാണുന്ന തരത്തിലുള്ള ഒരു റൗണ്ട് AC വെൻ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം AC കൺട്രോളുകൾ നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതിന് താഴെ ഇതിൻ്റെ ഒരു ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റവും നൽകിയിട്ടുണ്ട്. അത് നാനോ ട്വിസ്റ്റ്, അതുപോലെ നാനോ സ്പെഷ്യൽ എഡിഷൻ, അങ്ങനെ കൂടിയ മോഡലുകൾ മാത്രമേ ഈ ഇൻബിൽഡ് മ്യൂസിക് കൺട്രോൾ നൽകിയിട്ടുള്ളൂ. ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഓക്സ് കണക്ടിവിറ്റിയും അതുപോലെ USB കണക്ടിവിറ്റിയും ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ഇപ്പോൾ കാണുന്ന എല്ലാ കാറുകളിലും കാണുന്ന അതേ തരത്തിലുള്ള ഫീച്ചറുകളെല്ലാം തന്നെ ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഒരു കുഴപ്പമായിട്ട് പറയാവുന്നത് ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളുകളൊക്കെ വളരെ ഒരു ലോ ക്വാളിറ്റിയാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു എളുപ്പം ഒന്ന് പറഞ്ഞു പോകുക അല്ലെങ്കിൽ ഇളകി പോകുമെന്നൊക്കെ ഒരു ഭയം തോന്നിയേക്കാം. പക്ഷേ അത്രയ്ക്ക് ലോ ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു സീറ്റുകളെ പറ്റിയാണ്. മികച്ച രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീറ്റാണ് ടാറ്റ നാനോ ട്വിസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനും ഒരു ബീജ് കോമ്പിനേഷനാണ് ഈ ഒരു സീറ്റിനും നൽകിയിരിക്കുന്നത്. ഈ സീറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഇതിൻ്റെ ഒരു റോഡ് വിസിബിലിറ്റിയാണ്. ഈ സീറ്റ് നൽകുന്ന ഒരു റോഡ് വിസിബിലിറ്റിയാണ്. കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത സീറ്റ് ആയതുകൊണ്ട് നല്ല ഒരു റോഡ് വിസിബിലിറ്റിയാണ് ഈ സീറ്റ് മൊത്തത്തിൽ നൽകുന്നത്. ഇനി ഈ ഒരു ഇൻറ്റീരിയർ ഭാഗത്തിന് ഒരു ഫ്രണ്ട് ഇൻറ്റീരിയറിനെ നമ്മൾ മൊത്തമായിട്ടൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ മനോഹരമായ വളരെ ഉപയോഗക്ഷമതയുള്ള ഒരു ഇൻറ്റീരിയറാണ് ടാറ്റ നാനോ ട്വിസ്റ്റ് നൽകിയിരിക്കുന്നത്. നാനോയുടെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മളെ ആകർഷിക്കുന്നത് ഇതിൻ്റെ ഒരു സ്പേസാണ്. കാരണം ഈ ഒരു ചെറിയ വാഹനത്തിൽ നിന്ന് ഇത്രയധികം സ്പേസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പക്ഷെ അത്രയധികം ലെഗ് സ്പേസും ഹെഡ് സ്പേസുമാണ് ഈ നാനോ തരുന്നത്. വളരെ നമുക്ക് വിശാലമായി ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു ലെഗ് സ്പേസ് നൽകുന്നുണ്ട്. ഇനി ഒരു സീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ കണ്ട അതേ തരത്തിലുള്ള ഒരു ഫിനിഷിലാണ് ഇതിൻ്റെ സീറ്റ് ചെയ്തിരിക്കുന്നത്. ബീച്ച് ഫിനിഷിലാണ് ഇതിൻ്റെ സീറ്റും. അതേപോലെ തന്നെ നല്ലൊരു യാത്രാസുഖം നൽകുന്ന ഒരു സീറ്റാണ് ഇതിൻ്റെ പിൻഭാഗത്തും ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പിൻഭാഗത്താണ് ഇതിൻ്റെ എൻജിൻ അലൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എൻജിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു കുറച്ച് ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. 80 ലിറ്ററാണ് അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആയിട്ട് പറയുന്നത്. ആ ബൂട്ട് സ്പേസ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യണം. സീറ്റ് പൂർണ്ണമായിട്ടും ഫോൾഡ് ചെയ്ത് ഒരു 500 ലിറ്ററോളം ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസും നമുക്ക് കിട്ടും. പക്ഷേ ഈ സീറ്റ് സ്റ്റാൻഡ് സ്റ്റില്ലായി വെച്ചാൽ ഒരു 80 ലിറ്റർ ആയിരിക്കും ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഈ റിയർ സീറ്റിൻ്റെ ഒരു പ്രധാന കുഴപ്പമായിട്ട് പറയാവുന്നത് ഇതിനകത്ത് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ഈ മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി വിലയിരുത്തുകയാണെങ്കിൽ വളരെ ഒരു ഫ്രഷായ വളരെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഇതിന് നൽകിയിരിക്കുന്നത്.
എന്നാൽ വളരെ സിമ്പിളുമാണ് ഇൻറ്റീരിയർ. മൊത്തത്തിൽ ഒരു ഇത്രയും വിലയുള്ള ഒരു കാറിന് ചേർന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ടാറ്റ നാനോ ട്വിസ്റ്റിന് നൽകിയിരിക്കുന്നത്.